മോഹൻലാലിൻ്റെ ഹരിഹരൻപിള്ള ഹാപ്പിയാണ് അതിൽ മോഹൻലാലിൻ്റെ വീടായിരുന്നു. സുദിനം എന്ന് പറഞ്ഞിട്ട് ജയറാമിൻ്റെ ഒരു പടം, അതിൽ മാധവിയുടെ വീടായിരുന്നു. ഇത് കർപ്പൂരമരമാണ്. കർപ്പൂരം ഉണ്ടാക്കുന്ന ഇതിൻ്റെ അത്ഭുതം തന്നെ പറയേണ്ടി വരും. ഈ കിണറിലെ വെള്ളവും അമ്പലത്തിനകത്തുള്ള വെള്ളമൊക്കെ നല്ല ശുദ്ധമായിട്ട് കണ്ണീര് മാതിരിയുള്ള വെള്ളമാണ്. ഇതാണ് സാധാരണ മലമ്പാമ്പ് പോകുന്നൊരു വഴി. ഇത്തവണത്തെ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ മികച്ച കാവ് സംരക്ഷണത്തിനുള്ള ഒരു പ്രഥമ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇവിടെ എറണാകുളം നഗരത്ത് നിന്ന് ഒരു 15 കിലോമീറ്ററോളം മാറിയിട്ടാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും എല്ലാവരും വന്ന് കാണേണ്ട വളരെ ഭംഗിയായിട്ടുള്ള അപൂർവമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ കാടിലൂടെയൊക്കെ നമുക്ക് നടന്നിട്ട് വരാം. ഇവിടെ ഇതുപോലെ വലിയൊരു മരം നിന്നിരുന്നതാണ്. ആ മരം നിന്നിരുന്ന് മരം പെടുന്ന് പോയി കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അവിടെ ചെതല് വന്ന് ഈ പുറ്റുണ്ടാക്കും. ചെതലിനാണ് പുറ്റുണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചെതലിനെ പുറ്റുണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും എലികൾ വന്ന് ഈ പുറ്റിലെ മാളം ഉണ്ടാക്കി ചെതലിനെ തിന്നാൻ വേണ്ടി വരും. എലി പോണ കാണുമ്പോഴത്തേക്കും ചില പാമ്പുകൾ അതിൻ്റെ പിന്നാലെ വന്ന് ഈ മാളത്തിൽ കയറും. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താ, പാമ്പിൻ്റെ മാളം, പാമ്പിൻ്റെ പൊത്തെന്നൊക്കെ പറയും. ശരിക്കും പറഞ്ഞാൽ പാമ്പിന് ഒരു മാളവും പൊത്തുണ്ടാക്കാൻ പറ്റില്ല, എലിക്ക് മാത്രമേ മാളം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എലി ഉണ്ടാക്കുന്നത് ചെതലുണ്ടാക്കി വെച്ചാൽ ഈ പുറ്റ് തുരന്നിട്ട് എലി മാളം ഉണ്ടാക്കണമെന്നാണ്. അവിടെ ഒരു വലിയ മരമായിട്ട് കാണുന്നില്ലേ, അതാണ് പെരുമരം. അതിൻ്റെ ഇപ്പുറം നിൽക്കുന്നത് ചേരാണ്. അപ്പോൾ ഈ ചേരിൻ്റെ അടുത്ത് ചെന്നിട്ട് ചെറിയ ആൾക്കാർക്ക് സ്കിന്നിങ്ങനെ ചൊറിഞ്ഞ് തടിച്ച് വരുന്ന ഒരു അസുഖം വരും. അപ്പോൾ അതിന് മാറാനായിട്ട് താന്നിമരത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതെ. അപ്പോൾ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ചൊറിച്ചിൽ മാറണമെങ്കിൽ നമ്മൾ കുറച്ച് സമയമെടുക്കും. ആ ഒരു സമയം അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി നമ്മൾ താന്നിമരത്തിന് ചുറ്റും കുറേ നേരം ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് ഒക്കെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മൾ മാന്തൂലല്ലോ. മാന്താതിരുന്നപ്പോഴത്തേക്കും ചൊറിച്ചിൽ മാറും. ഇതിനെല്ലാം പണ്ട് കാലത്ത് നമ്മുടെ കാരണവന്മാർ പറഞ്ഞു തന്നിരിക്കുന്നതിനെല്ലാം ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു വിശ്വാസവുമായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാലേ അന്ന് ആൾക്കാർ ചെയ്യുള്ളൂ, ആൾക്കാർ അനുകരിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാ കൂട്ടവും വിശ്വാസവുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ആ ഒരു ഫിയർ കോംപ്ലക്സ് ഉണ്ടാവാൻ വേണ്ടി മനഃപൂർവ്വം അന്നത്തെ കാരണവന്മാർ ചെയ്തതായിരിക്കാം ഇതൊക്കെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട്. ഈ ഭാഗത്ത് കൂടുതൽ വള്ളിപ്പടർപ്പുള്ള ഒരു ഏരിയയാണ്. ഇവിടെ പലതരത്തിലുള്ള വള്ളികൾ, ഇതിൽ പുല്ലാഞ്ഞി വള്ളി, ഊഞ്ഞാൽ വള്ളി, പന്നി വള്ളി, അങ്ങനെ പറയപ്പെടുന്ന ധാരാളം വള്ളി പടർപ്പുള്ള ഒരു ഏരിയയാണ് ഈ ഒരു കാവിൻ്റെ ഈ വടക്ക് ഭാഗം പ്രദേശം. അത് അവിടെയാണ് അതിൻ്റെ വിഗ്രഹമൊക്കെ ഇരിക്കുന്നത്. ഇപ്പോൾ ക്ഷേത്രം പുനർനിർമ്മാണം ചെയ്തപ്പോഴത്തേക്കും അവിടേക്ക് മാറ്റിയല്ലോ പ്രതിഷ്ഠയൊക്കെ. ഇപ്പോൾ 14 വർഷമായി ഈ അമ്പലം പണിതിട്ട്. നമ്മൾ 12 രാശികളുണ്ടല്ലോ, മേടം രാശി മുതൽ മീനം രാശി വരെ, ഏരീസ് പീസസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആ 12 രാശികളുടെ വൃക്ഷങ്ങളാണ് ഇവിടെ വച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ രാശി മേടം രാശിയുടെ രക്തചന്ദനം. അത് അവർ തൈ നിൽക്കുന്നില്ലേ അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുള്ളത്, അത് രക്തചന്ദനം. അത് ഏഴിലമ്പാല, മേടം കഴിഞ്ഞ് ഇടവം രാശി, അത് കഴിഞ്ഞ് മിഥുനൻ രാശിയുടെ ദന്തപ്പാല, കർക്കിടകം രാശിയുടെ പ്ലാശ്. ഇതാണ് പ്ലാശ്, ചമത എന്നൊക്കെ പറയുന്ന പ്ലാശാണിത്. പിന്നെ എലന്ത എന്ന് പറയുന്നത് ചിങ്ങം രാശിയുടെ വൃക്ഷമാണ് എലന്ത. കന്നിയുടെ മാവാണ്. അങ്ങനെ പല തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സാണ് പണ്ടത്തെ ആളുകൾ ഈ ഓരോ നക്ഷത്രങ്ങൾക്കും രാശികൾക്കും എല്ലാം കൊടുത്തിരിക്കുന്നത്. ഒരേമാതിരിയുള്ള പ്ലാന്റ്സ് അല്ല. അപ്പോൾ ഇതെല്ലാം സംരക്ഷിക്കപ്പെടുന്നുള്ള ആ ഒരു വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ പുറത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പണ്ടത്തെ ആളുകൾ ഇതൊക്കെ നമുക്ക് തന്നിരിക്കുന്നത്. ഇത് പണ്ട് അമ്പലത്തിലേക്ക് വെള്ളം എടുത്തിരുന്ന കിണറായിരുന്നു. അപ്പോൾ അമ്പലം പണിത് കഴിഞ്ഞപ്പോൾ ഉള്ളിൽ വേറെ മണിക്കിണറുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ കിണറായിരുന്നത് അന്ന് JCB വന്നപ്പോൾ എന്തായാലും കുറച്ച് വലിയൊരു ജലാശയമാക്കി മാറ്റി. ഇവിടെ അത്ഭുതം തന്നെ പറയേണ്ടി വരും. ഈ കിണറിലെ വെള്ളവും അമ്പലത്തിനകത്തുള്ള വെള്ളമൊക്കെ നല്ല ശുദ്ധമായിട്ട് കണ്ണീര് മാതിരിയുള്ള വെള്ളമാണ്. പറ്റുകയില്ല, ഈ ചെമ്പിൻ്റെ നിറമേ ഇല്ല. മറ്റേ പുറത്ത് കാണുന്ന വെള്ളം മുഴുവൻ ചെമ്പുറവുള്ള നിറമാണ്, ചുവന്നിരിക്കും വെള്ളം. ആർക്കും സന്ദർശിക്കാൻ പറ്റുന്ന കാവാകുമ്പോൾ ചില ടാബൂസൊക്കെ ഉണ്ടാവുമല്ലോ, ചില ആൾക്കാർക്ക് കയറാൻ പറ്റില്ല. അതിനൊക്കെ ഒരു കാവിൻ്റെ ഒരു പരിസ്ഥിതിക്ക് നമ്മൾ കാത്തു സൂക്ഷിക്കണ്ടേ. അപ്പോൾ ആ ഒരു സങ്കല്പമൊക്കെ വന്നപ്പോഴത്തേക്കും ഒരു സെപ്പറേറ്റായിട്ട് ക്ഷേത്രം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ആ ക്ഷേത്രത്തിലാണ് ദൈവിക സങ്കല്പങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ കാവ് ഇപ്പം കാടായിട്ട് തന്നെ നമ്മൾ സംരക്ഷിക്കപ്പെടുകയാണ്. ഈ ഭാഗത്ത് പടഹാതി ഉത്സവം മാത്രമേ ഉള്ളൂ. പടഹാതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെടിക്കെട്ടും പടക്കവും ഒക്കെ ആയിട്ടുള്ള ഉത്സവം. ആനയുണ്ടാവും, ലാസ്റ്റ് ദിവസം ആനയുണ്ടാവും. അതിനോടനുബന്ധിച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടാവും. നമ്മുടെ തന്നെ ഇവിടുത്തെ ധാരാളം പേർക്ക് പരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടുകയാണല്ലോ. അപ്പം പാട്ടായാലും നൃത്തമായാലും ഒക്കെ നമ്മുടെ കുട്ടികൾ തന്നെ അതിനകത്ത് പങ്കെടുക്കാറുണ്ട്.
ഇവ നമ്മൾ ഒരു പ്രത്യേക ഒരു ഔഷധോദ്യാനമായിട്ട് ഉണ്ടാക്കിയതാണ്. ഇവിടെ അത് രുദ്രാക്ഷം, അതിൻ്റെ ഇപ്പുറത്ത് കുടകപ്പാല, ഇത് കർപ്പൂരമരം, അതിൻ്റെ അപ്പുറത്ത് വള്ളിമന്ദാരം, അവിടെ കരിങ്ങൊട്ട, അവിടെ അകില് അങ്കോലം, പിന്നെ അവിടെ മരോട്ടിയുണ്ട്, ഇതാണ് നീർമാതളം. അങ്ങനെ ഒരു 10-25ഓളം വൃക്ഷങ്ങൾ നമ്മൾ നട്ടു വളർത്തുന്നതാണ് ഇവിടെ. അത് കുടകപ്പാലയാണ്. ഇത് കർപ്പൂരമരമാണ്. കർപ്പൂരം ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ബാർക്കോ മറ്റോ ഇതായിട്ടും ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ഇവിടെ അങ്ങനെയില്ല, കേരളത്തിൽ ഉണ്ടാക്കുന്നില്ല കർപ്പൂരം. ഇത് കറുകപ്പട്ടയാണ്, ഒറിജിനൽ കറുകപ്പട്ടയാണിത്. ആ മരം പുത്രഞ്ജീവിയാണ്. നമ്മൾ പുത്രകാമേഷ്ടി യാഗമൊക്കെ കേട്ടിട്ടില്ലേ, അതിന് ഇതിൻ്റെ വേരാണ് ഉപയോഗിച്ചിരുന്നതാണ് പറയപ്പെടുന്നത്. പുത്രഞ്ജീവ എന്ന് പറയുന്ന മരമാണ് ഈ നിൽക്കുന്നത്. പിന്നെ അത് കൂടാതെ നമ്മൾ ചെമ്പകം നട്ടിട്ടുണ്ട്. ഇതിൻ്റെ അങ്ങ് അറ്റത്ത് കാട്ടുകോഴി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനെ പിടിക്കാനായിട്ട് മലമ്പാമ്പ് പോകും. ഇതാണ് സാധാരണ മലമ്പാമ്പ് പോകുന്നൊരു വഴി. നമ്മുടെ ഇവിടെ പൂജിക്കുന്ന പൂജാരി തന്നെ പല പ്രാവശ്യം മലമ്പാമ്പിനെ കണ്ടിട്ടുണ്ട്. അത് രാത്രി ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഇവിടെ ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോയി ഈ കാട്ടുകോഴിയെ പിടിക്കാൻ വേണ്ടി പോണതാണ്. അത് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ നാളത്തേക്ക് അതിന് വിശ്രമമാണ്. അത് പിന്നെ വിശക്കുമ്പോഴാണ് രണ്ടാമത് ഇറങ്ങാറുള്ളൂ. അപ്പോൾ ഈ ഒരു കാട്ടിലേക്ക് ഞങ്ങളും അങ്ങനെ പോകാറില്ല. ഇതിപ്പോഴും വെർജിൻ ഫോറസ്റ്റായിട്ട് തന്നെ നമ്മൾ സംരക്ഷിക്കുകയാണ്. 200 വർഷം പഴക്കമുള്ള ഒരു ചെറിയ കെട്ടിടമാണിത്. 2 മുറിയേ ഉള്ളൂ. പണ്ട് ഇവിടെ അവർ ബ്രാഹ്മിൻസ് വന്ന് താമസിക്കാനും അവർ അത്യാവശ്യം ഗണപതി ഹോമം പൂജകളൊക്കെ നടത്താനുള്ള ഒരു സ്ഥലമായിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പൂജാരിയും ഇവിടെ താമസിക്കുന്നുണ്ട്. ഇത് 200 വർഷം പഴക്കമുള്ള കെട്ടിടമാണ്. പക്ഷേ അത് ഞങ്ങൾ എല്ലാ വർഷവും അത്യാവശ്യം അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. അല്ല, ഇത് ഓട് പലതും മാറ്റേണ്ടി വരും, പട്ടിക മാറ്റേണ്ടി വരും, അതെല്ലാം എന്താ കണ്ട ഇതിൻ്റെ ഈ പുരാതനമായിട്ടുള്ള ആ കൺസ്ട്രക്ഷനെ അതെല്ലാം സമയാസമയങ്ങളിൽ അതിൻ്റെ റിപ്പയർ ചെയ്ത് നടത്തിക്കൊണ്ട് പോവാണ്. പണ്ട് ഇത് ഇവിടെ ഹോമം നടത്തിയിരുന്ന ഹോമകുണ്ടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ മാറിയില്ല. ക്ഷേത്രം പണിതപ്പോൾ എല്ലാം അങ്ങോട്ട് മാറി. പണ്ട് ഞങ്ങൾ ഇവിടെ നിന്നിട്ടാണ് തൊഴുവാറ്. ഇവിടെ അവിടെ തിരുമേനി പൂജ ചെയ്യുമ്പോഴേ ഞങ്ങളിവിടെ ഇങ്ങനെ ഇപ്പുറത്ത് ഹോമകുണ്ടം, ഇത് ഭഗവത് സേവയൊക്കെ നടക്കുന്ന സ്ഥലം. അപ്പോൾ അതിനുപയോഗിച്ചിരുന്ന ഒരു പണ്ടത്തെ ഒരു ബിൽഡിങ്ങാണിത്. 8 കെട്ടാണ് ഇത്. 2-4 കെട്ട് കൂടിയത് 8 കെട്ട്. ഈ ഒരു കെട്ടിടത്തിന് ഏകദേശം 150 വർഷത്തോളം പഴക്കമുണ്ട്. ഇവിടെ പണ്ട് മുതലേ ധാരാളം സീരിയലുകളും സിനിമകളൊക്കെ ഷൂട്ടിങ്ങിൻ്റെ ഒരു ലൊക്കേഷനായിട്ട് മാറിയിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ഹരിഹരൻപിള്ള ഹാപ്പിയാണ്, അതിൽ മോഹൻലാലിൻ്റെ വീടായിരുന്നു. സുദിനം എന്ന് പറഞ്ഞിട്ട് ജയറാമിൻ്റെ ഒരു പടം, അതിൽ മാധവിയുടെ വീടായിരുന്നു. പിന്നെ സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി, അങ്ങനെ കുറച്ച് സിനിമകളും പിന്നെ ധാരാളം സീരിയലുകൾ. ഇപ്പോൾ ഇന്ദ്രനീലം, ആയില്ലത്താലി, വാവ, മാനസപുത്രി, അങ്ങനെ കുറേ സീരിയലുകൾ വന്നിട്ടുള്ള ഒരു തറവാടാണിത്. തറവാട്ടിൻ്റെ വകയായിട്ട്, ഈ തറവാട്ടിൻ്റെ ഭാഗമായിട്ടാണ് കാവും കാര്യങ്ങളൊക്കെ അന്ന് സൂക്ഷിച്ചിരുന്നത്. നെൽകൃഷി സംരക്ഷണത്തിന് വേണ്ടിയിട്ടായിരുന്നല്ലോ ഞങ്ങളുടെ ഇതൊക്കെ സംരക്ഷിച്ച് നിർത്തിയിരുന്നത്. അപ്പോൾ അതിൻ്റെ അത് 8 കെട്ടെന്ന് പറഞ്ഞാൽ 2-4 കെട്ടാണ് ഇത്. അതുപോലെ തന്നെ വേറൊരു 4 കെട്ടാണിത്. ഈ ഭാഗത്താണ് അടുക്കളയും ബെഡ്റൂംസൊക്കെ ഉള്ളത്. ഈ ഭാഗത്താണ്. അവിടെ നിന്ന് മുകളിൽ നിന്ന് വെള്ളം വീഴുന്ന നടുത്തളമാണത്. വെള്ളം എന്നിട്ട് അടിയിൽ കൂടി ഓവുണ്ട്. ആ ഓവിൽ വെള്ളം പുറത്തേക്ക് പൊക്കോളും. അതെ, ആദ്യം നമ്മൾ പൊന്നക്കുടം തറവാടാണ് ഉണ്ടായത്. തറവാടിന് ചുറ്റും ധാരാളം നെൽകൃഷി വന്നു കഴിഞ്ഞപ്പം ആ നെൽകൃഷി ഉള്ളിടത്ത് വെള്ളം കിട്ടണമല്ലോ. കുളം കുഴിച്ചാലും കിണർ കുഴിച്ചാലൊക്കെ വെള്ളം കിട്ടണം. അപ്പോൾ വെള്ളം കിട്ടാൻ വേണ്ടി അന്നത്തെ കാരണവന്മാർ വളരെ ബുദ്ധിപൂർവ്വം ഈ നെൽകൃഷിയുടെ ഒരു ഉയർന്ന ഒരു പ്രദേശം കുറച്ച് ഇങ്ങനെ തരിച്ചിട്ടിരുന്നു. ഏകദേശം 8-8.25 ഏക്കർ സ്ഥലത്തോളം തരിച്ചിട്ടിരുന്നു. ആ സ്ഥലത്ത് സ്വാഭാവികമായിട്ടും കാടുണ്ടായി കഴിഞ്ഞ് കാട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ദൈവിക സങ്കല്പം കൊണ്ടുവന്നതും. അവിടെ അപ്പോൾ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് മാറി. അപ്പോൾ പിന്നെ കാട്ടിലുണ്ടാകുന്ന മരങ്ങളൊക്കെ ആരും വെട്ടിക്കൊണ്ട് പോകാണ്ട് കാവ് സംരക്ഷിക്കപ്പെട്ടു, കാവായിട്ട് മാറി. ഒരു സാധാരണ ഒരു ഗ്രോവ് സേക്രഡ് ഗ്രോവായിട്ട് അന്ന് മാറുകയാണ് ചെയ്തത്. ഇതെല്ലാം അന്നത്തെ ആൾക്കാർ വിൽഫുള്ളി ചെയ്തതായിരിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പിന്നീട് അത് കാലക്രമേണ ഞങ്ങളുടെ ജസ്റ്റ് മുമ്പിലത്തെ തലമുറയാണ് ആ ഒരു ക്ഷേത്ര സങ്കല്പം വന്നിട്ട് ക്ഷേത്രത്തിലേക്ക് ഈ വിഗ്രഹങ്ങളൊക്കെ മാറ്റുകയും ചെയ്തത്. പക്ഷേ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പണ്ട് മുതലേ അറിയാവുന്ന കാരണം ഈ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രകൃതി സംരക്ഷണവും ഈശ്വരീയ കാര്യമാണെന്ന് ഞങ്ങൾ പണ്ട് മുതലേ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാവ് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. അതിൽ ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്.
ഇപ്പോൾ ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ തന്നെ സഹായത്തോടു കൂടി ഈ കാവിലെ ഫ്ലോറയും ഫോണും ഒക്കെ പഠിത്തമുണ്ടായിട്ടുണ്ട്. 398 പ്ലാന്റ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇത് സംരക്ഷിക്കണം, ഇത് വരും തലമുറയ്ക്ക് കൈമാറണം എന്ന് അങ്ങേയറ്റത്തെ ഒരു ആഗ്രഹം ഞങ്ങൾക്കുള്ള കാരണം ഇതിൻ്റെ 1 ഇഞ്ച് ഭൂമി പോലും അന്യാധീനപ്പെടാതെ നോക്കുകയാണ്. ഇത്തവണ MSc ബോട്ടണി സുവോളജിയൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവരുടെ പ്രൊജക്റ്റ് വർക്കായിട്ട് ബന്ധപ്പെട്ട് കാവ് സന്ദർശിച്ച് വരാറുണ്ട്. PhD രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾ വരുന്നുണ്ട്. ഇപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ സോപ്പും കായം വരുന്ന സോപ്പ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത് ആ മരത്തിൻ്റെ ചെറിയ കായകൾ നിലത്ത് വീണ് ഇങ്ങനെ പഴുത്ത് വീഴും. അത് ഭയങ്കരമായിട്ടുള്ള സോപ്പി ഇതാണ്. അപ്പോൾ അതാണ് പണ്ട് നമ്മൾ മേത്തേക്കാനും അതിൻ്റെ കായാണ് മേത്തേക്കാനും തുണി അലക്കാനൊക്കെ പണ്ട് ഉപയോഗിച്ചിരിക്കുന്ന സോപ്പും കായ മരമാണ് സാപ്പിൻഡസ് എന്ന് പറയുന്ന സാധനം. അത് അവിടെ ആ അത്തി മരത്തിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഡാർക്കായിട്ട് നിൽക്കുന്ന മരമാണത്. ഇത് 2 അശോകമാണ്. അവിടെ പുറത്ത് നിൽക്കുന്ന മൾബറിയാണ്. എൻ്റെ കുട്ടിക്കാലം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന മിക്ക വീട്ടിൽ നിന്നുള്ള എന്നെ പോലുള്ള കുട്ടികൾ ഇവിടെ തിരി വയ്ക്കാൻ വേണ്ടി വരും വൈകിട്ട്. അന്ന് ദിവസം പൂജയൊന്നുമില്ലല്ലോ. ഞങ്ങൾ എല്ലാ ദിവസങ്ങളും അവിടെ തറകളിൽ തിരി വയ്ക്കാൻ പോകണം, വിളക്ക് കത്തിക്കാൻ പോകും. സാധാരണ ഞങ്ങൾ കുട്ടികളൊക്കെ ഇവിടെ തറവാട്ടിലൊന്ന് ഒത്തുകൂടി ഇവിടെ കുറേ കളി കളിച്ചിട്ട് പിന്നെ തിരി വയ്ക്കാറാകുമ്പോഴത്തേക്കും കാവിലേക്ക് പോകും. അവിടെ ചെന്ന് അവിടെ കുറേ കളിക്കും. കളി കഴിഞ്ഞ് പിന്നെ തിരിച്ച് പോകാറാകുമ്പോഴാണ് തിരി വയ്ക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ബോധവാന്മാരാക്കുന്നത്. പിന്നെ അവിടെ വിളക്ക് കത്തിച്ച് വയ്ക്കുമ്പോഴത്തേക്കും പേടിപ്പെടുത്തുന്ന ശബ്ദം ഉണ്ടാക്കുന്നൊരു കിളി വരും. കാലം കോഴി അല്ലെങ്കിൽ തച്ചൻ കോഴി എന്ന് പറയുന്നത് ഭയങ്കര ഊവാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ശബ്ദം ഉണ്ടാക്കുന്നൊരു കിളിയാണ്. ആ പക്ഷി വന്നു കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ പതുക്കെ എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഞങ്ങൾ അന്ന് മുതലേ ഈ കാവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങളുടെയൊക്കെ ഒരു ജീവിതം. അതുകൊണ്ട് നമ്മൾ ജോലിയായിട്ട് ദൂരെ പോയി കഴിഞ്ഞാലും ഈ അമ്പലത്തിലൊരു ക്ഷേത്രത്തിലെ ഉത്സവ സമയത്ത് എത്ര ദൂരെ പോയിരിക്കുന്ന ആളാണെങ്കിലും അവധി എടുത്തിട്ട് ഇവിടെ വരും. എറണാകുളം നഗരത്തിൽ നിന്ന് അല്പം മാറി സ്ഥിതി ചെയ്യുന്ന പൊന്നുക്കൂടം കാവും അതിൻ്റെ പരിസരത്തുള്ള കാടുമാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. വിവിധ തരം സസ്യജാലങ്ങൾ, ഏകദേശം 600-ൽ പരം സസ്യജാലങ്ങൾ, വിവിധതരം ചിത്രശലഭങ്ങൾ, അങ്ങനെ എല്ലാം കൊണ്ടും വളരെ പ്രത്യേകതയായിട്ടുള്ളൊരു സ്ഥലമാണ്.